മാഷേ, ഉമാ തോമസിന്റെ ഇപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷയുടെ വാർത്തകളാണ് കേൾക്കുന്നത്. പക്ഷേ ആ വീഴ്ചയുടെ പിന്നിലുണ്ടായ തട്ടിപ്പുകൾ, ദുരൂഹതകൾ, ഒരു നടിയുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന നടി നടത്തിയ 12,000 കുട്ടികളെ അണിചേർത്ത് നടത്തിയ നൃത്ത പരിപാടിയുടെ പിന്നിൽ ഏകദേശം കോടികളുടെ തട്ടിപ്പെന്നാണ് പറയുന്നത്. അവർക്ക് നൽകിയ വേൾഡ് റെക്കോർഡൊക്കെ തിരിച്ചു വാങ്ങും എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സത്യത്തിൽ ഉമാ തോമസിന്റെ വീഴ്ച വലിയൊരു, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ കൂടി ചേർന്ന് നടത്തുന്ന പരിപാടി എന്നാണ് ആദ്യം പ്രചരിപ്പിച്ചത്. പിന്നീട് അതല്ല, ഒരു മൃദംഗനാഥം എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമാണ് ഇതിന്റെ പിന്നിൽ. സംസ്ഥാന സർക്കാരിനെ കൂടി വെറുതെ വലിച്ചിഴച്ചു. ഇനി അവർക്ക് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടകളുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ എങ്കിൽ പോലും വലിയ തട്ടിപ്പ്, അതായത് ED വരെ വന്ന് അന്വേഷിക്കേണ്ട തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? നമുക്ക് പൊതുവിലെ നമ്മുടെ സാംസ്കാരിക രംഗത്തോ കലാരംഗത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തോ എന്തിലും ജനങ്ങളുടെ കൂടുതൽ ശ്രദ്ധയും അംഗീകാരം കിട്ടണമെങ്കിൽ ഇത് സർക്കാർ പരിപാടിയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. എന്നുവെച്ചാൽ സർക്കാർ മുദ്ര എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടിയായി മാറുകയാണ്. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിയ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കേര വെളിച്ചെണ്ണ വാങ്ങാനായിട്ട് ശ്രമിക്കും, ഇല്ലേ? അതിൻ്റെ കാരണം എന്താണ്? വെളിച്ചെണ്ണയിൽ വലിയ മായമാണ്. അപ്പോൾ ഈ മായം ഇല്ലാത്ത ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനം അതിൻ്റെ അകത്ത് താഴെ അടിച്ചിട്ടുണ്ട് കേര എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ഇതൊരു സർക്കാർ പ്രൊഡക്റ്റ് ആണെന്നും പറഞ്ഞിട്ട്. അല്ല, പക്ഷേ ഈ കേയിൽ തുടങ്ങണ എല്ലാം കള്ള അഴിമതി എന്നവരുടെ അല്ല, അപ്പോൾ അങ്ങനെ അല്ല, ഞാൻ സാധാരണ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞ. അപ്പോൾ അതുകൊണ്ട് ഒരു വെളിച്ചെണ്ണ വാങ്ങിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. എല്ലാം ഒരു വിശ്വാസമാണ് എന്നുള്ളതാണുള്ള നേരത്തെ മുതൽ നമ്മളുടെ പരസ്യം. മഞ്ജു വാര്യരാണ് ആ പരസ്യത്തിൻ്റെ എല്ലാം വിശ്വാസമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ ഒരു പ്രോഗ്രാം വെക്കുന്ന സമയത്ത് ആ പ്രോഗ്രാം സർക്കാർ സ്പോൺസേഡാണ്, സർക്കാർ കൂടി ഒപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഒരു അംഗീകാരം കിട്ടും. അപ്പോൾ വലിയ തട്ടിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു പരിവേഷം ആദ്യം അതിന് നൽകും. ഇപ്പോൾ ഇവിടെ ഈ സംഭവത്തിൽ അത് തന്നെയാണ് നടന്നത്. എത്ര കോടി രൂപയാണ് അവർ അതിനകത്ത് പിരിച്ചെടുത്ത്? ആകെ വളരെ തുച്ഛമായിട്ടുള്ള കാശ് ചെലവഴിച്ച് ബാക്കി മുഴുവൻ കാശ് ഇവന്മാർ പുട്ടടിക്കുന്നു. അപ്പോൾ യാതൊരു ടാക്സും അവർക്ക് ബാധകമല്ല, ഒന്നും പ്രശ്നമല്ലാത്ത രീതിയിൽ ഈ പണം കൊടുക്കാൻ നടക്കുന്ന നൃത്തത്തിൽ പങ്കെടുത്തതായിട്ടുള്ള കലാകാരികൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരാൾ കൊടുക്കേണ്ട ഒരു 3600 രൂപ. അത് ഒരാൾ 3600 രൂപ ഒരു പ്രശ്നമല്ല. പക്ഷേ അത് 12,000 പേരിൽ നിന്നാണ് പിരിച്ചെടുക്കുന്നത്. 12,000 പേരാണ് 3600 രൂപ വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെയാണത് കോടികളായി മാറുന്നത്. ആ കോടികൾക്കൊരു കണക്കുമില്ല. പക്ഷേ 12,000 നർത്തകർ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ നേരിട്ട് കൃത്യം കണക്കാണ് നമുക്ക് കാൽക്കുലേറ്റ് എടുക്കാൻ ഇത്ര കോടി രൂപ വരെ പിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പണം അവർ സർക്കാരിൽ അടക്കേണ്ടതായിട്ട് വരും, ടാക്സ് അടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ED വരുന്നത്. ED ഇടപെടേണ്ട ഒരു വിഷയമായിട്ട് അത് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയും, ഇപ്പോൾ അവർ അങ്ങനെ അബദ്ധത്താൽ വീണില്ലായിരുന്നു വിചാരിക്കാം. അങ്ങനെ വീണില്ലായിരുന്നെങ്കിൽ ഈ പൈസ മുഴുവൻ ഇവർ കൊണ്ടുപോകുമായിരുന്നു. എത്രയോ വലിയൊരു തട്ടിപ്പാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ആ തട്ടിപ്പ് പുറത്തു വന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇനിയിപ്പോൾ ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എന്ന് വെച്ചാൽ ഈ സംഘാടകർ എന്ന് പറയുന്നത് CPM ബന്ധമുള്ളവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയും കണ്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ CPM ബന്ധമുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ CPM വികാരം കേരളത്തിൽ ആരെ കണ്ടാലും CPM ബന്ധമുള്ളവരാണ് എന്ന് പറയേണ്ടി വരും. VD സതീശന് പോലും വോട്ട് ചെയ്യുന്ന നിരവധി ആളുകൾ CPMകാരാണ്. അപ്പോൾ കാരണം കേരളത്തിൽ അതൊരു വലിയ പാർട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരിൽ ഏത് സംഭവം ഉണ്ടാകുമ്പോഴും അതിലൊക്കെ അതിൻ്റെ മുദ്രയുള്ള ആളുകൾ കടന്നുകൂടുന്നത് സ്വാഭാവികം. പക്ഷെ നമ്മളുടെ ജോലി എന്താണ്? അതിലാരാണ് കള്ളനാണയങ്ങൾ, ആരാണ് അതിലെ ക്രിമിനൽസ്, അല്ലെങ്കിൽ ആരാണ് കൊള്ളയടിക്കാനായിട്ട് വന്നിരിക്കുന്നത്, അവരെ കണ്ടെത്തുക, അവരെ പിടിച്ച് ജയിലിലാക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിലും അങ്ങനെയുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ നിന്നും വരേണ്ടത്. കാരണം ഇത് ഭരണകക്ഷിയുടെ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ CPMൻ്റെ കോൺഗ്രസിൻ്റെയൊന്നും പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തിലെ പണം കൊള്ളയടിക്കാൻ നടക്കുന്ന ആളുകളുടെ പല രൂപങ്ങളിൽ ഒരു രൂപമാണ് ഈ രൂപം. ആ രൂപം കണ്ടെത്തി അതിനെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിതിനകത്ത് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന
ഉമാ തോമസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. തിരിച്ചു വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഇടപെടേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളുടെ പ്രാർത്ഥന, നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ചെറിയൊരു അബദ്ധം കൊണ്ട് സംഭവിച്ച വൻ ദുരന്തം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പി ടി തോമസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായിരുന്നു മഹാരാജ് മുതൽ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യനാളുകൾ വരെ എന്ന് പറഞ്ഞ നിരന്തരം പല കാര്യങ്ങളിലും ഞങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള, രാഷ്ട്രീയം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നതാണ് എങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഉമയും ഞങ്ങളുടെ ഒരു മഹാരാജസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പരിക്കുമില്ലാതെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനായിട്ട് പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന്, അതിൽ ഏറ്റവും ഗൗരവമായിട്ട് സർക്കാരും അതുപോലെ തന്നെ ആശുപത്രിയൊക്കെ എടുക്കേണ്ട നിലപാടെന്ന് പറയുന്നത് ഒരു തരത്തിലും അത് ഇൻഫെക്ഷനായിട്ട് മാറാൻ പാടില്ല. അതുമാത്രമാണ് ഇപ്പോൾ ഒരു ജാഗ്രത വേണ്ടത്. ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ അതൊക്കെ പുറത്ത് സ്വാഭാവികമായിട്ടും പഴയ അവസ്ഥയിലേക്ക് എളുപ്പത്തിൽ തിരിച്ചു വരാനായിട്ട് കഴിയും. അതിനാണ് എല്ലാവരുടെയും ശ്രദ്ധ വേണ്ടത്. ആ ശ്രദ്ധ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഇ ഡി അന്വേഷിച്ചിട്ട്, ഞാൻ പറയുന്നത് സർക്കാർ സംവിധാനങ്ങളൊക്കെ അന്വേഷിച്ച് വയ്ക്കട്ടെ, പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും ഇവരുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരുന്നതിൽ തന്നെ ആയിരിക്കണം. ആ ജാഗ്രത പുലർത്തിയാൽ മാത്രമാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം, അത് അതിസൂക്ഷ്മമായിട്ടുള്ള പരിചരണം എന്ന് പറയുന്നത് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നെ മറ്റൊരു പാഠം ഇതിൽ നിന്ന് നൽകുന്നതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും കലാകാരന്മാരുടെയും അതേപോലെ തന്നെ സാഹിത്യകാരന്മാരുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിൻ്റെ ജീവിതക്രമം എന്ന് പറയുന്നത് ആഹ്ലാദകരമായി മാറിത്തീരുന്നതിൽ വലിയ പങ്ക് ഈ സംഗീതത്തിനും നൃത്തത്തിനും അതേപോലെ തന്നെ മറ്റ് കലാപ്രവർത്തനങ്ങൾക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഇടം നമ്മളെപ്പോഴും കൊടുക്കാറുള്ളതാണ്. നമ്മൾ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും തന്നെയാണ് നൃത്ത വിദ്യാർത്ഥികളെയും അതിൽ പ്രാഗൽഭ്യം നേടിയ ആളുകളെയൊക്കെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. സംഗീതത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഈ സംഗീതം, നൃത്തം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അവിടെയൊക്കെ പതിയിരിക്കുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള തുരപ്പന്മാർ, കാരണം അവർ തുരന്ന് തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കലയെ സ്നേഹിക്കുന്നു, നൃത്തത്തെ സ്നേഹിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? അത് തുരന്ന് തിന്നുന്നു. അപ്പോൾ ഇവിടെയും ഈ ഉദരം എന്ന് പറയുന്ന സാധനം കടന്നുകൂടി എല്ലാത്തിനെയും വിഴുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. എവിടെ എന്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും അതൊക്കെ കൊള്ളയടിക്കാൻ നടക്കുന്നതായിട്ടുള്ള ഒരു സംഘം ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അത് കലയുടെ കാര്യത്തിലായാലും അതേപോലെ തന്നെ സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാലും മാറ്റമില്ലാതെ തുടരുകയാണ്. നമ്മുടെ ഒരു സാമൂഹ്യ മനസാക്ഷി പൊതുവെ മാറേണ്ട ആവശ്യം. എവിടെ നിന്ന് തുറന്ന് കൊള്ളയടിക്കാം എന്ന് പറയുന്നത് ഈ മനസ്സ് നല്ലതല്ല. ഇ ഡിയോ അതിനേക്കാൾ വലിയ അന്വേഷണ സംവിധാനങ്ങളെ എന്ത് വേണമെങ്കിലും വന്ന് ഇതൊക്കെ അന്വേഷിക്കട്ടെ. കാരണം ഇതിലിപ്പോൾ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇ ഡി വരുന്നതിന് ആരും എതിർക്കും ഇല്ല എന്ന് നമ്മൾ കണക്കാക്കുന്നു. ഗോവിന്ദമാഷ് പ്രത്യേകിച്ച് എതിർക്കില്ല. അതെ, എതിർക്കില്ല എന്ന് വിചാരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം എല്ലാ സ്ഥാനത്തിനകത്തും രാഷ്ട്രീയങ്ങളിലാണ്. എന്ത് സംഭവിച്ചാലും ചില ആളുകളൊക്കെ ഈ വാർത്ത മറ്റൊരു രീതിയിലേക്ക് തിരിച്ചുവിട്ടത് ശ്രദ്ധിച്ചില്ലേ? ഉമയെ ആരോ ബോധപൂർവം തള്ളിയിട്ടാണ്, ആ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് പറയണം. അത് കോൺഗ്രസിൽ തന്നെ ഉള്ള ശത്രുക്കൾ എന്ന നിലക്കും വേറെ പ്രചരണം. ആളുകൾക്ക് എന്തും പറയാവുന്ന ഒരു മാനസികാവസ്ഥയാണല്ലോ ഞാൻ ആലോചിക്കുക. ഒരു അപകടം നടക്കുമ്പോൾ ആ അപകടമായിട്ട് കണക്കാക്കുക. അതിനപ്പുറമായിട്ട് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന നമ്മൾ വിഭാഗീയത എന്ന് പൊതുവെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഒരാളിങ്ങനെ നിന്നാൽ ഇനിയിപ്പോൾ അവിടെ തൃക്കാക്കരയിൽ ഉമ്മ ഉള്ളിടത്തോളം കാലം വേറെ ആൾക്ക് കയറി മത്സരിക്കാൻ പറ്റില്ല എന്ന് കരുതി അവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളിൽ ഒരുത്തൻ അവൻ്റെ ശിങ്കിടിയോ ആരോ ഒക്കെ ബോധപൂർവം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ചെയ്തൊരു പ്രവൃത്തിയാണെന്നൊക്കെ പറയുന്നതിന് യാതൊരു മടിയുമില്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുക. ഇതൊന്നും ശരിയല്ല. സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് എന്തും പറയാം എന്ന് ആളുകൾ വിചാരിക്കുന്നത് ശരിയല്ല. അതിന് അവരും സോഷ്യൽ മീഡിയ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഒരു ജാഗ്രത പുലർത്തേണ്ടതാണ്. എന്തിനും ഒരു എഡിറ്റിംഗ് ആവശ്യമാണ്. പറയാൻ പാടുള്ളൂ, അല്ലാത്തത് പറഞ്ഞ് കേൾക്കുന്ന ആളുകൾ പെട്ടെന്ന് അമ്പരക്കുകയും കുറേ കഴിയുമ്പോൾ അവരത് വിശ്വസിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. എല്ലാ വിഷയങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അതാണ്. വിഷയം ചർച്ച ചെയ്യുക എന്നതിനപ്പുറമായിട്ട് വിഷയത്തെ ഡീവിയേറ്റ് ചെയ്ത് ഒരു പ്രത്യേക തരത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ ദയവേത് ഈ കാര്യത്തിൽ ആളുകൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഇങ്ങനെ
ഉള്ളതൊക്കെ നടക്കുമ്പോൾ അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ വിലയിരുത്തുകയും അതിൻ്റെ പിന്നിൽ നടക്കുന്ന സംഭവങ്ങൾ വേറെ രീതിയിൽ കാണുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ തട്ടിപ്പിൻ്റെ പിന്നിലുണ്ട്, വലിയ പണപ്പിരിവുണ്ട്. ആ പണപ്പിരിവുകാരെ കണ്ടെത്തുകയും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്താണോ നിയമം അനുശാസിക്കുന്ന ആ ശിക്ഷ നൽകുകയും ചെയ്യട്ടെ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ആവശ്യപ്പെടാനോ കരുതാനോ കഴിയുന്ന കാര്യം. തീർച്ചയായും.